ലിമിറ്റ് കണ്ടുപിടിക്കാൻ ലിമിറ്റ് ഇ റേസ് ടു സൈൻ എക്സ് മൈനസ് 1 ബൈ എക്സ് അതിന്റെ വാല്യൂ എന്താണ്? ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 ഇ റേസ് ടു സൈൻ എക്സ് മൈനസ് 1 ബൈ എക്സ് ഈക്വൽ ടു, ഇവിടെ എക്സിന് വരും സൈൻ എക്സ് ഇ റേസ് ടു എക്സ് മൈനസ് 1 ബൈ എക്സ് ആണെങ്കിൽ 1 എഴുതാം. പക്ഷെ ഇവിടെ എക്സിന് വരെ ഏതാ സൈൻ എക്സ് കിടക്കണേ. അപ്പൊ ഇവിടത്തെ എക്സിന്റെ സ്ഥാനത്ത് സൈൻ എക്സ് വരണം. അതിനായിട്ട് ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 ഇ റേസ് ടു സൈൻ എക്സ് മൈനസ് 1 ബൈ സൈൻ എക്സ് കൊടുക്കാം. ഇപ്പൊ നോക്കി ഇ റേസ് ടു എക്സ് മൈനസ് 1 ബൈ എക്സ് എന്നായി. അതിന് 1 എഴുതാം. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? ഇവിടെ സൈൻ എക്സ് കൊണ്ട് ഡിനോമിനേറ്ററിൽ മൾട്ടിപ്ലൈ ചെയ്തു. വാല്യൂവിന് ചേഞ്ച് വരാതിരിക്കാൻ ന്യൂമറേറ്ററിനെയും സൈൻ എക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. പിന്നെയോ ക്വസ്റ്റ്യനിൽ ഇവിടെ ഒരു എക്സ് ഉണ്ടായിരുന്നു കണ്ടോ, ആ എക്സ് ഇവിടെ കൊടുക്കാം. ഓക്കെ, അപ്പൊ സൈൻ എക്സ് ബൈ എക്സ് എന്നാവും. ഇതൊരു ടേം ആയി, ഇതൊരു ടേം കണ്ടോ. ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 ഇ റേസ് ടു എക്സ് മൈനസ് 1 ബൈ എക്സ് എന്ന് പറയുന്ന ഫോം, അതിന് നമുക്ക് 1 എഴുതാം. ഇൻറ്റു സൈൻ എക്സ് ബൈ എക്സ് എന്ന് പറഞ്ഞാലും 1 ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 സൈൻ എക്സ് ബൈ എക്സും 1 ഈക്വൽ ടു 1 കിട്ടും. അതിന്റെ ആൻസർ ഓപ്ഷൻ 2 വരും. 2. ഓക്കെ, ഇനി അതിൽ ബി തന്നേക്കണ എന്താന്ന് നോക്കി. ബി ഫൈൻഡ് അല്ലെ, ബി തന്നേക്കുന്നത് ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 റൂട്ട് 1 പ്ലസ് എക്സ് മൈനസ് 1 ബൈ എക്സ് എന്നാണ്. നമ്മൾ നേരെ എക്സിന് 0 കൊടുത്താൽ 0 ബൈ 0 വരുള്ളൂ അല്ലെ. ഇവിടെ എക്സിന് 0 കൊടുത്താൽ റൂട്ട് 1 പ്ലസ് 0 1 1 മൈനസ് 1 0 0 ബൈ 0 എന്ന് പറയുന്ന ഫോമാണ്. ഡയറക്റ്റ് ലിമിറ്റ് കൊടുത്താൽ കിട്ടുള്ളൂ. അപ്പൊ ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം? ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു 0. ഇതിന് റാഡിക്കൽ ടേം എന്ന് പറയും. ഇതുപോലെ റൂട്ടുള്ള ടേം ഒക്കെ വന്നാൽ നമ്മൾ എന്ത് ചെയ്യണം? മൈനസ് ആണെങ്കിൽ അതിന്റെ പ്ലസ് ടേം കൊണ്ട് ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും മൾട്ടിപ്ലൈ ചെയ്യണം. അതായത് റൂട്ട് 1 പ്ലസ് എക്സ് മൈനസ് 1 ഇൻറ്റു റൂട്ട് 1 പ്ലസ് എക്സ് പ്ലസ് 1 കൊണ്ട് ന്യൂമറേറ്ററിനെ മൾട്ടിപ്ലൈ ചെയ്യണം. അതുപോലെ ഡിനോമിനേറ്ററിനെ എക്സ് ഇൻറ്റു റൂട്ട് 1 പ്ലസ് എക്സ് പ്ലസ് 1. ഇതിന്റെ പോസിറ്റീവ് ടേം, മൈനസ് ആണെങ്കിൽ പോസിറ്റീവ് ടേം കൊണ്ട് ന്യൂമറേറ്റർ ഡിനോമിനേറ്റർ മൾട്ടിപ്ലൈ ചെയ്യണം. ഓക്കെ, അപ്പൊ ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 ന്യൂമറേറ്റർ ഏത് ഫോമായി? എ മൈനസ് ബി ഇൻറ്റു എ പ്ലസ് ബി ഫോമായി. എ സ്ക്വയർ എന്ന് പറയുമ്പോൾ 1 പ്ലസ് എക്സ് അല്ലെ. എ എന്ന് പറഞ്ഞാൽ റൂട്ട് 1 പ്ലസ് എക്സ്. എ സ്ക്വയർ എന്ന് പറയുമ്പോഴോ അതിന്റെ സ്ക്വയർ എടുക്കുക, അപ്പൊ റൂട്ട് പൊക്കോളും. മൈനസ് 1 ബി സ്ക്വയർ എന്ന് പറഞ്ഞാൽ ബി എന്ന് പറഞ്ഞാൽ 1 അല്ലേ, ഡിവൈഡഡ് ബൈ എക്സ് ഇൻറ്റു റൂട്ട് 1 പ്ലസ് എക്സ് പ്ലസ് 1 ഈക്വൽ ടു ഈ 1ഉം മൈനസ് 1ഉം പോയി, ബാക്കി എക്സ്. എക്സ് ബൈ കിട്ടുക ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 എക്സ് ബൈ എക്സ് ഇൻറ്റു റൂട്ട് 1 പ്ലസ് എക്സ് പ്ലസ് 1. ഇതിൽ എക്സ് എക്സ് പൊക്കോളും, അപ്പൊ ഇവിടെ 1 വരും. ഇനി എക്സിന് 0 കൊടുക്കാം, അപ്പൊ എന്ത് കിട്ടി? 1 ബൈ റൂട്ട് 1 പ്ലസ് 0 പ്ലസ് 1 ഈക്വൽ ടു 1 ബൈ 1 പ്ലസ് 0 എന്ന് പറഞ്ഞാൽ 1 അല്ലേ. 1ന്റെ റൂട്ട് എടുക്കുമ്പോഴും 1 തന്നെ കിട്ടും. 1 പ്ലസ് 1 2 കിട്ടും അല്ലെ. 1 പ്ലസ് 1 2 കിട്ടും. 1 ബൈ 2 എന്ന് വരും ബിയുടെ ആൻസർ. ഓക്കെ, then next question on evaluate limit x tends to 0 sin ax by sin bx. അപ്പോ അത് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? ലിമിറ്റ് x tends to 0 sin ax by sin bx. നമുക്ക് അറിയാവുന്നത് ലിമിറ്റ് x tends to 0 sin x by x ആണെങ്കിൽ 1 എഴുതാം അല്ലെ. ലിമിറ്റ് x tends to 0 sin x by x ആണെങ്കിൽ 1 എഴുതാം. ഇവിടെ എക്സിന് വരും സൈൻ എ എക്സ് എന്ന് കിടക്കുന്നത്. അപ്പോൾ ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 സൈൻ എ എക്സ് ബൈ എ എക്സ് ആണെങ്കിൽ നമുക്ക് 1 എഴുതാം. അപ്പൊ ഇപ്പൊ നമ്മൾ എന്താ ചെയ്ത? ഇതിനെ എ എക്സ് കൊണ്ട് ഡിവൈഡ് ചെയ്തു. വാല്യൂവിന് ചേഞ്ച് വരാതിരിക്കാൻ എ എക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തേക്കുക. അതുപോലെ ഡിനോമിനേറ്ററിൽ ഇവിടെ സൈൻ ബി എക്സ് ബൈ ബി എക്സ് ആണെങ്കിൽ 1 എഴുതാം അല്ലെ. സൈൻ എക്സ് ബൈ എക്സ് എന്ന് പറയുന്ന ഫോം ആവണ്ടേ. അപ്പൊ സൈൻ ബി എക്സ് ബൈ ബി എക്സ് ആണെങ്കിൽ 1 എഴുതാം. അതുകൊണ്ട് ബി എക്സ് കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്തപ്പോ അപ്പൊ ബി എക്സ് കൊണ്ട് തന്നെ മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ ഈ എക്സും ഈ എക്സും ക്യാൻസൽ ആയി പൊക്കോളും. ഇത് സൈൻ എക്സ് ബൈ എക്സ് എന്ന് പറഞ്ഞ ഫോമായി, ഇതും സൈൻ എക്സ് ബൈ എക്സ് ആയി.
that is 1 into a divided by 1 into b. a by b എന്ന് കിട്ടും. a by b ഒരു ഒന്നാമത്തെ ആൻസർ. Then find dy by dx if y equal to 4 plus 5 sin x by 3 plus 7 cos x. അപ്പൊ അതെന്ത് ചെയ്യണം? കോഷ്യന്റ് റൂൾ അപ്ലൈ ചെയ്യണം അല്ലെ? അവിടെ കോഷ്യന്റ് റൂൾ അപ്ലൈ ചെയ്യാനായിട്ട് y equal to 4 plus 5 sin x divided by 3 plus 7 cos x. Then dy by dx equal to അവിടെ ഡിനോമിനേറ്റർ എന്ന് പറയുന്നത് 3 plus 7 cos x into ഡെറിവേറ്റീവ് ഓഫ് ന്യൂമറേറ്റർ. നമ്മൾ dy by dx എന്നൊന്നും എഴുതാൻ നിൽക്കണ്ട. എന്ത് ചെയ്താൽ മതി? നേരെ ഡെറിവേറ്റീവ് എടുത്തു പോവാ. ന്യൂമറേറ്ററിന്റെ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ 4 plus 5 sin x ന്റെ ഡെറിവേറ്റീവ് അല്ലേ? 4 ന്റെ ഡെറിവേറ്റീവ് 0 പ്ലസ് 5 sin x ന്റെ അതിൽ 5 കോൺസ്റ്റന്റ് അല്ലെ? sin x ന്റെ ഡെറിവേറ്റീവ് cos x. കോൺസ്റ്റന്റിന്റെ കൂടെ തന്നെ ഒരു ഫംഗ്ഷൻ വന്നാൽ കോൺസ്റ്റന്റ് ഇൻറ്റു ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് കാണണം. ഓക്കെ, അപ്പൊ 4 ന്റെ 0 പ്ലസ് 5 ഇൻറ്റു sin x എന്നാ. അപ്പൊ 5 ഇൻറ്റു sin x ന്റെ cos x മൈനസ് ന്യൂമറേറ്റർ ഇൻറ്റു 4 പ്ലസ് 5 sin x ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഡിനോമിനേറ്റർ 3 പ്ലസ് 7 cos x ന്റെ 3 ന്റെ ഡെറിവേറ്റീവ് 0 പ്ലസ് 7 ഇൻറ്റു cos x ന്റെ ഡെറിവേറ്റീവ് മൈനസ് sin x ബൈ ഡിനോമിനേറ്റർ സ്ക്വയർ 3 പ്ലസ് 7 cos x ഓൾ സ്ക്വയർ. ഓക്കെ, ഈക്വൽ ടു 0 പ്ലസ് 5 cos x എന്ന് പറയുമ്പോൾ 5 cos x അല്ലേ കിട്ടുക? 5 cos x കൊണ്ട് രണ്ടിനെ മൾട്ടിപ്ലൈ ചെയ്ത് എഴുതാം. അപ്പൊ എന്ത് വരും? 5 into 3 15 cos x പ്ലസ് 35 cos square x എന്ന് കിട്ടും. പ്ലസ് വന്നത് ഈ മൈനസും മൾട്ടിപ്ലൈ ചെയ്താൽ പ്ലസ് ആയി അല്ലെ? ഈ മൈനസ് ടേം ഇൻറ്റു 0 മൈനസ് 7 sin x എന്ന് പറഞ്ഞാൽ മൈനസ് 7 sin x മൈനസ് ഇൻറ്റു ഈ മൈനസ് ടേം പ്ലസ് ആയി കൂടുതലേ. 7 sin x കൊണ്ട് 4 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 28 sin x പ്ലസ് 35 sin square x ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്ററിന്റെ സ്ക്വയർ അങ്ങനെ ഇട്ടാൽ മതി കേട്ടോ. ദെൻ ഇതിൽ നിന്ന് 35 ഈ രണ്ട് ടൈമിൽ നിന്ന് 35 കോമൺ എടുക്കാം. ബാക്കിയുള്ള അങ്ങനെ തന്നെ എടുത്തോട്ടെ. 15 cos x പ്ലസ് 28 sin x പ്ലസ് 35 ഇൻറ്റു cos square x പ്ലസ് sin square x എന്നല്ലേ വരുന്നത്? cos square x പ്ലസ് sin square x 1 എഴുതാം ബൈ ഡിനോമിനേറ്റർ 3 പ്ലസ് 7 cos x ഓൾ സ്ക്വയർ ഈക്വൽ ടു 15 cos x പ്ലസ് 28 sin x പ്ലസ് 35 cos square x പ്ലസ് sin square x 1 കിട്ടും ബൈ ഡിനോമിനേറ്ററിന്റെ സ്ക്വയർ. അതങ്ങനെ ഇട്ടാൽ മതി. 3 പ്ലസ് 7 cos x ഹോൾ സ്ക്വയർ. അതാണ് അപ്പൊ ആ ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് കിട്ടുന്നത്. ഓക്കെ, then next question, find dy by dx if y equal to a by x raised to 4 minus b by x square plus cos x. ആ ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കണം. വേർ a and b are കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇതിനെ ഒന്നുകൂടെ നമ്മൾ അറേഞ്ച് ചെയ്ത് എഴുതുമ്പോൾ y equal to a into ഈ 1 by x raised to 4 നമുക്ക് x raised to minus 4 എന്ന് എഴുതാം അല്ലെ? മൈനസ് b into 1 by x സ്ക്വയറിനെ x raised to minus 2 എന്ന് കൊടുക്കാം പ്ലസ് cos x. ഇനി ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാം. dy by dx equal to a കോൺസ്റ്റന്റ് ആണ് തന്നിട്ടുണ്ട്. a and b are കോൺസ്റ്റന്റ്. അപ്പൊ a കോൺസ്റ്റന്റ് ഇൻറ്റു x raised to n ന്റെ ഡെറിവേറ്റീവ് എന്താ? n ഇൻറ്റു x raised to n minus 1. ഓക്കെ, മൈനസ് b ഇൻറ്റു x raised to minus 2 ന്റെ മൈനസ് 2 ഇൻറ്റു x raised to minus 2 minus 1 പ്ലസ് cos x ന്റെ ഡെറിവേറ്റീവ് മൈനസ് sin x എന്ന് കിട്ടും. അപ്പോ മൈനസ് 4 ഇൻറ്റു a മൈനസ് 4a x raised to minus 5 ആയി അല്ലെ? മൈനസ് 4 മൈനസ് 1
-5 പ്ലസ് മൈനസ് ബി ഇൻറ്റു -2 എന്ന് പറയുമ്പോൾ പ്ലസ് 2b x⁻³ മൈനസ് സൈൻ എക്സ്. അത്ര എഴുതിയാലും മതി. അതല്ലെങ്കിൽ നമ്മൾ ഇവിടെ കണ്ടോ ബൈ x⁴ മോളിൽ കൊണ്ടുപോയിപ്പോ അതിന്റെ എക്സ്പോണന്റ് നെഗറ്റീവ് ആയി. ഇവിടെ എക്സ്പോണന്റ് നെഗറ്റീവാ, അപ്പൊ താഴേക്ക് കൊണ്ടുവന്നാൽ പോസിറ്റീവ് ആയിക്കോളും അല്ലെ. -4a/x⁵ പ്ലസ് 2b/x³ മൈനസ് സൈൻ എക്സ്. അത് കിട്ടും ആ ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മാച്ച് ദ ഫോളോയിങ്. ആ തന്നിരിക്കുന്നത് മാച്ച് ചെയ്യാനായിട്ട് പറഞ്ഞിരിക്കണം. ലിമിറ്റ് x ടെൻസ് ടു 2 x⁴. ഒന്നാമത്തെ ആൻസർ എങ്ങനെയായിരിക്കും കിട്ടുന്നത് നോക്കി. ലിമിറ്റ് x ടെൻസ് ടു 2 x⁴ മൈനസ് അതിന് 2⁴ എന്ന് എഴുതാം. 16 എന്ന് പറയുന്നത് 2⁴ കിട്ടണേ ബൈ x-2. ഇപ്പൊ ഏത് ഫോമായി? ലിമിറ്റ് x ടെൻസ് ടു a x⁻n മൈനസ് a⁻n ബൈ x മൈനസ് a. ആ ഫോം അല്ലേ. അതിനെ n ഇൻറ്റു a⁻n-1. n എന്ന് പറഞ്ഞാൽ 4, a എന്ന് പറഞ്ഞാൽ 2. അപ്പൊ ഈക്വൽ ടു 4 ഇൻറ്റു 2³ കിട്ടും. ദാറ്റ് ഈസ് 4 ഇൻറ്റു 8 ഈക്വൽ ടു 32 എന്ന് വരും. 32 അവിടെ ഓപ്ഷൻ ബി കിട്ടും. അപ്പൊ ഒന്നാമത്തേന്റെ ഇത് ഓപ്ഷൻ ബി വരും. ഇനിയോ അടുത്ത് നോക്കിയേ, സൈൻ πx ബൈ കോസ് 2x. ലിമിറ്റ് x ടെൻസ് ടു 0 എന്ന രണ്ടാമത്തെ. ലിമിറ്റ് x ടെൻസ് ടു 0 സൈൻ πx ഡിവൈഡഡ് ബൈ കോസ് 2x എന്ന. അവിടെ x ന് 0 കൊടുക്കുക. 0 കൊടുക്കുമ്പോ ലിമിറ്റ് x ടെൻസ് ടു 0 സൈൻ π ഇൻറ്റു 0 സൈൻ 0 ബൈ കോസ് 2 ഇൻറ്റു 0 കോസ് 0. സൈൻ 0 0 ആണ്, കോസ് 0 1 ആണ്. 0 ബൈ 1 എന്ന് പറഞ്ഞാൽ 0 കിട്ടുള്ളൂ, 0 കിട്ടും. അവിടെ ഓപ്ഷൻ എ കിട്ടും. ഓപ്ഷൻ എ വരും അല്ലെ. ദെൻ മൂന്നാമത്തതോ ലിമിറ്റ് r ടെൻസ് ടു 1 πr². ദാറ്റ് ഈസ് r ന് 1 കൊടുത്താൽ π ഇൻറ്റു 1² π എന്ന് കിട്ടും. അവിടെ ഓപ്ഷൻ ഡി വരും. ഓപ്ഷൻ ഡി വരും. അപ്പൊ ഒന്നാമത്തേന് മാച്ച് ചെയ്യണത് ബി, രണ്ടാമത്തേന് മാച്ച് ചെയ്യണത് എ, മൂന്നാമത്തേന് മാച്ച് ചെയ്യണത് ഡി. ഓക്കെ, അപ്പൊ അത്രയാണ് ലിമിറ്റ്സ് ആൻഡ് ഡെറിവേറ്റീവ്സ് നോക്കേണ്ടത്. അടുത്തത് മാത്തമാറ്റിക്കൽ റീസണിങ്. അത് വളരെ ചെറിയ ചാപ്റ്റർ ആണ്. ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സിൽ കുറച്ച് ക്വസ്റ്റ്യൻസേ ഉള്ളൂ. ഓക്കെ, മാത്തമാറ്റിക്കൽ റീസണിങ് നിങ്ങൾക്കറിയാം. ആ ചാപ്റ്ററിൽ മെയിൻ ആയിട്ട് ഓർത്തിരിക്കേണ്ടത് നെഗേഷൻ, കോൺട്രാ പോസിറ്റീവ് എഴുതാനായിട്ട്, കോൺട്രഡിക്ഷൻ മെത്തേഡിൽ പ്രൂവ് ചെയ്യാനായിട്ട്, അതൊക്കെയാണ് അതിനകത്ത് മെയിൻ ആയിട്ട് അറിഞ്ഞിരിക്കേണ്ടതുള്ളൂ. സ്റ്റാറ്റിസ്റ്റിക്സിലായിട്ട് എന്തൊക്കെ അറിഞ്ഞിരിക്കണം? അരിത്തമെറ്റിക് മീനും വേരിയൻസ്, സ്റ്റാൻഡേർഡ് ഡീവിയേഷനും കോയിഫിഷ്യന്റ് ഓഫ് വേരിയേഷനും കാണാനുള്ള ഫോർമുല ഓർത്തിരിക്കണം. ഓക്കെ, അപ്പൊ അതിലെ ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. ഇതില് റൈറ്റ് ദ നെഗേഷൻ ഓഫ് ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്. ഈ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റിന്റെ നെഗേഷൻ എഴുതാൻ. ബോത്ത് ഡയഗണൽസ് ഓഫ് എ റെക്ടാംഗിൾ ഹാവ് ദ സെയിം ലെങ്ത്. അപ്പൊ അവിടെ എന്ത് എഴുതും? ബോത്ത് ഡയഗണൽസ് ഓഫ് എ റെക്ടാംഗിൾ ഹാവ് ദ സെയിം ലെങ്ത് എന്നാണ് തന്നിരിക്കുന്നത്. അതിന്റെ നെഗേഷൻ ഇപ്പൊ പി എന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ആണ് അതെങ്കിൽ നെഗേഷൻ പി എന്ന് പറഞ്ഞാൽ ബോത്ത് ദ ഡയഗണൽസ് ഓഫ് എ റെക്ടാംഗിൾ ഹാവ് നോട്ട് ദ സെയിം ലെങ്ത്. അല്ലെങ്കിൽ ഇറ്റ് ഈസ് ഫാൾസ് ദാറ്റ്, അങ്ങനെ എഴുതാം. ഇറ്റ് ഈസ് ഫാൾസ് ദാറ്റ് ബോത്ത് ഡയഗണൽസ് ഓഫ് എ റെക്ടാംഗിൾ ഹാവ് ദ സെയിം ലെങ്ത്, അങ്ങനെയും എഴുതാം. ഓക്കെ, അല്ലെങ്കിൽ നോട്ട് ചേർത്ത് എഴുതിയാൽ മതി. നോട്ട് ദ സെയിം ലെങ്ത്. അല്ലെങ്കിൽ ഇറ്റ് ഈസ് ഫാൾസ് ദാറ്റ് ബോത്ത് ഡയഗണൽസ് ഓഫ് റെക്ടാംഗിൾ ഹാവ് ദ സെയിം ലെങ്ത്. അല്ലെങ്കിൽ ബോത്ത് ദ ഡയഗണൽസ് ഓഫ് റെക്ടാംഗിൾ ഹാവ് നോട്ട് സെയിം ലെങ്ത്. ഓക്കെ, പിന്നെ വെരിഫൈ ദ മെത്തേഡ് ഓഫ് കോൺട്രഡിക്ഷൻ ദാറ്റ് √2 ഈസ് ഇറാഷണൽ. ആ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് എപ്പോഴും മാത്തമാറ്റിക്കൽ റീസണിംഗിൽ 2 മാർക്ക് ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ 3 മാർക്ക് ക്വസ്റ്റ്യൻ ഒക്കെ ആയിട്ട് എക്സാമിന് ചോദിക്കാറുള്ളത്. അപ്പോ അത് പ്രൂവ് ചെയ്യുന്നത് ഇവിടെ നമ്മൾ എന്തെടുക്കുക?
കോൺട്രഡിക്ഷൻ മെത്തേഡിൽ പ്രൂവ് ചെയ്യുക. കോൺട്രഡിക്ഷൻ മെത്തേഡ്. അപ്പൊ ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന പി എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ് √2 ഈസ് ഇറാഷണൽ എന്നാ പ്രൂവ് ചെയ്യേണ്ടത്. ഇറാഷണൽ. ഓക്കെ. അപ്പൊ നമ്മൾ എന്ത് അസ്യൂം ചെയ്യും? എന്ത് അസ്യൂം ചെയ്യണം? നെഗേഷൻ പി ട്രൂ ആണെന്ന് അസ്യൂം ചെയ്യണം. നെഗേഷൻ പി √2 ഈസ് ഇറാഷണൽ എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. ഈസ് റാഷണൽ എന്നെടുക്കാം. √2 ഈസ് റാഷണൽ എന്ന് അസ്യൂം ചെയ്യണം. എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് √2 നമുക്ക് a/b ഫോമിൽ എഴുതാം. √2 റാഷണൽ ആണ് എന്ന് അസ്യൂം ചെയ്യണം. അപ്പൊ √2 ക്യാൻ ബി റിട്ടൺ ആസ് a/b ഫോം. a and b are relatively prime. റിലേറ്റീവ്ലി അല്ലെങ്കിൽ കോ പ്രൈം ആയാലും മതി. റിലേറ്റീവ്ലി പ്രൈം ഓർ ഇങ്ങനെ എഴുതിയാലും മതി. ഓർ കോ പ്രൈം. കോ പ്രൈം എന്ന് പറയുമ്പോ എന്താ അർത്ഥം? രണ്ടിന് കോമൺ ആയിട്ട് ഫാക്ടറുകൾ ഒന്നും ഇല്ല എന്നർത്ഥം. ഇപ്പൊ 3ഉം 5ഉം കോ പ്രൈമാ. 3ക്കും 5നും കോമൺ ആയിട്ട് ഫാക്ടർ ഇല്ല. 2ഉം 5ഉം കോ പ്രൈമാ. 2നും 5നും കോമൺ ആയിട്ട് ഫാക്ടർ ഒന്നും ഇല്ല. അപ്പൊ അതാണ് നമ്മളിവിടെ അസ്യൂം ചെയ്യുന്നത്. ഇപ്പൊ ഈ ബി പുറത്തേക്ക് ഉണ്ടെന്നാൽ a ഈക്വൽ ടു √2b എന്ന് എഴുതാം. എന്നിട്ട് അവിടെ എന്ത് ചെയ്യണം? ഇത് സ്ക്വയറിംഗ് ചെയ്യണം. സ്ക്വയറിംഗ്. അപ്പൊ a² ഈക്വൽ ടു 2b² എന്ന് വരും. അപ്പൊ a² ഈക്വൽ ടു 2 ഇൻറ്റു b² എന്ന് പറഞ്ഞാൽ അത് 2ന്റെ ഒരു മൾട്ടിപ്പിൾ ആ കിട്ടുന്നത് അല്ലെ? അപ്പൊ a² ഈക്വൽ ടു 2 ഇൻറ്റു b² എന്ന് പറയുമ്പോൾ a² 2ന്റെ ഒരു മൾട്ടിപ്പിൾ ആ കിട്ടുന്നത്. 2ന്റെ ഒരു മൾട്ടിപ്പിൾ. അപ്പൊ ഇവിടെ നമുക്ക് എന്ത് എഴുതാം? ഇവിടെ നിന്ന് അപ്പൊ ഇതില് a² ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 2. എ മൾട്ടിപ്പിൾ ഓഫ് 2. a² 2ന്റെ മൾട്ടിപ്പിൾ ആണെങ്കിൽ എയും 2ന്റെ മൾട്ടിപ്പിൾ ആയിരിക്കൂലേ? therefore a എന്ന് പറയുന്നത് a ഈസ് ഓൾസോ എ മൾട്ടിപ്പിൾ ഓഫ് 2. മൾട്ടിപ്പിൾ ഓഫ് 2. അപ്പൊ a ക്യാൻ ബി റിട്ടൺ ആസ് 2ന്റെ മൾട്ടിപ്പിൾ 2m എന്ന് എഴുതാം. 2ന്റെ മൾട്ടിപ്പിളിനെ അല്ലെ? ഇപ്പൊ 2, 4, 6, 8, 10 അതൊക്കെ 2 ഇൻറ്റു 1. 2ന് 2 ഇൻറ്റു 1 എഴുതാം. 4 ആണെങ്കിൽ 2 ഇൻറ്റു 2 എന്ന് എഴുതാം. 6 ആണെങ്കിൽ 2 ഇൻറ്റു 3 എന്ന് എഴുതാം. അപ്പൊ 2ന്റെ മൾട്ടിപ്പിളിനെ ജനറൽ ആയിട്ട് 2 ഇൻറ്റു m എന്ന് എഴുതാം. ഇതെവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം? സബ്സ്റ്റിറ്റ്യൂട്ട് ഇൻ 1. ഫസ്റ്റ് ഇക്വേഷനിൽ കൊണ്ടുപോയി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ. അപ്പോ അവിടെ എന്ത് കിട്ടും നോക്കി? a² ഈക്വൽ ടു 2b² എന്നാ. അവിടെ എക്ക് പകരം 2m കൊടുക്കണം. ദാറ്റ് ഈസ് 2m ഹോൾ സ്ക്വയർ ഈക്വൽ ടു 2b². ഇവിടെ സ്ക്വയർ ചെയ്യുമ്പോൾ 4m² ഈക്വൽ ടു 2b² വരും. രണ്ട് സൈഡ് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാലോ. അപ്പോ b² ഈക്വൽ ടു 2m² കിട്ടി. അപ്പൊ b² ഈക്വൽ ടു 2 ഇൻറ്റു m² എന്ന് പറഞ്ഞാൽ 2ന്റെ ഒരു മൾട്ടിപ്പിൾ അല്ലേ ഇത്? അപ്പൊ b² എന്ന് പറയുന്നത് ഹിയർ b² ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 2. മൾട്ടിപ്പിൾ ഓഫ് 2. therefore b എന്ന് പറയുന്നത് b ഈസ് ഓൾസോ എ മൾട്ടിപ്പിൾ ഓഫ് 2. മൾട്ടിപ്പിൾ ഓഫ് 2. അപ്പൊ b 2ന്റെ മൾട്ടിപ്പിൾ ആണെങ്കിൽ ഇവിടെ a 2ന്റെ മൾട്ടിപ്പിൾ ആണെന്ന് കിട്ടി, b 2ന്റെ മൾട്ടിപ്പിൾ ആണെന്ന് കിട്ടി. അപ്പൊ രണ്ടിനും കോമൺ ആയിട്ട് എന്തുണ്ട്? കോമൺ ഫാക്ടർ 2 ഉണ്ട് അല്ലെ? a എന്ന് പറഞ്ഞാൽ 2ന്റെ മൾട്ടിപ്പിൾ ആണ്. b 2ന്റെ മൾട്ടിപ്പിൾ ആണെങ്കിൽ എക്കും ബിക്കും കോമൺ ആയിട്ട് ഫാക്ടർ ഉണ്ട്. അപ്പൊ ഇപ്പൊ നമുക്ക് കിട്ടിയത് ബോത്ത് a ആൻഡ് b ആർ മൾട്ടിപ്പിൾ ഓഫ് 2 which contradict our assumption. എന്ന് പറഞ്ഞാൽ that is a and b have a common factor 2 which contradict our assumption. which contradict our assumption. നമ്മൾ അസ്യൂം ചെയ്തേക്കുന്നത് എന്താ? എയും ബിയും റിലേറ്റീവ്ലി പ്രൈം ആണെന്നാ. എന്ന് പറഞ്ഞാൽ അതിന് കോമൺ ആയിട്ട് ഫാക്ടർ ഒന്നും ഇല്ല എന്നാ. അപ്പൊ വിച്ച് കോൺട്രഡിക്റ്റ് അവർ അസംഷൻ. നമ്മൾ അസ്യൂം ചെയ്തേക്കുന്നതിന് കോൺട്രഡിക്ഷൻ കിട്ടി ഇപ്പൊ. അപ്പോ therefore
റൂട്ട് 2 എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? ഈസ് ഇറാഷണൽ തന്നെയാണ്. റൂട്ട് 2 ഈസ് ഇറാഷണൽ. ഓക്കെ, അപ്പൊ റൂട്ട് 2 ഇറാഷണൽ ആണെന്ന് കിട്ടും. ഇതുപോലെ ഇനി ഇതേപോലെ തന്നെ റൂട്ട് 3 പറഞ്ഞേക്കണമെങ്കിൽ ഈ 2ന്റെ സ്ഥാനത്തൊക്കെ 3 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ മാത്രം മതി. അതായത് റൂട്ട് 3 ഈസ് ഇറാഷണൽ എന്ന് പ്രൂവ് ചെയ്യണം. അപ്പൊ ഇതാണ് ട്രൂ എന്ന് നമ്മൾ ആദ്യം അസ്യൂം ചെയ്യും. അസ്യൂം ദാറ്റ് റൂട്ട് 2 ഈസ് റാഷണൽ എന്ന് എടുത്ത പോലെ റൂട്ട് 3 ഈസ് റാഷണൽ എന്ന് എടുക്കുക. അപ്പൊ റൂട്ട് 3യെ എ ബൈ ബി ഫോമിൽ എഴുതാം. എയും ബിയും റിലേറ്റീവ്ലി പ്രൈം ആണ്. അപ്പൊ എ ഈക്വൽ ടു ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ റൂട്ട് 3 ഇൻറ്റു ബി എന്ന് കിട്ടും. സ്ക്വയർ ചെയ്യുമ്പോൾ ബി ഇൻറ്റു 3 ഇൻറ്റു ബി സ്ക്വയർ 3യുടെ മൾട്ടിപ്പിൾ എന്ന് കിട്ടും. 3യുടെ മൾട്ടിപ്പിൾ എ സ്ക്വയർ ഈക്വൽ ടു 3 ബി സ്ക്വയർ 3യുടെ മൾട്ടിപ്പിൾ. അപ്പൊ എയും 3യുടെ മൾട്ടിപ്പിൾ ആയിരിക്കണം. അപ്പൊ എ 3m എന്ന് എഴുതാം. അങ്ങനെ ഓക്കെ. അപ്പൊ ഈ 2ന് പകരമൊക്കെ 3 കൊടുത്താൽ റൂട്ട് 3യുടെ കേസ് കിട്ടും. ഇനി റൂട്ട് 7 ചോദിച്ചേക്കണമെങ്കിൽ ഈ 2ന്റെ സ്ഥാനത്തൊക്കെ 7 കൊടുത്താൽ മതി. റൂട്ട് 11 ചോദിച്ചേക്കണമെങ്കിൽ ഈ 2ന്റെ സ്ഥാനത്തൊക്കെ 11 കൊടുത്താൽ മതി. റൂട്ട് 5 ചോദിച്ചേക്കണമെങ്കിൽ 2ന്റെ സ്ഥാനത്തൊക്കെ 5 കൊടുത്തെഴുതാൽ മതി. ബാക്കിയുള്ള എഴുതേണ്ട ഡയലോഗുകളൊക്കെ ഇതുപോലെ തന്നെ എഴുതണം. ഓക്കെ, അങ്ങനെയാണ് ഇറാഷണൽ എന്ന് പ്രൂവ് ചെയ്യേണ്ടത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, റൈറ്റ് കോൺട്രാ പോസിറ്റീവ് ഓഫ് ദ സ്റ്റേറ്റ്മെന്റ്. ആ സ്റ്റേറ്റ്മെന്റിന്റെ കോൺട്രാ പോസിറ്റീവ് എഴുതണം. എങ്ങനെ കോൺട്രാ പോസിറ്റീവ് എഴുതുന്നത്? നമുക്ക് തരുന്ന സ്റ്റേറ്റ്മെന്റ് ഇഫ് പി ദെൻ ക്യൂ എന്നായിരിക്കും തരുന്നത്. ഓക്കെ, ഇതിന്റെ കോൺട്രാ പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ ഇഫ് നോട്ട് ക്യൂ ദെൻ നോട്ട് പി. ഇതാണ് അതിന്റെ കോൺട്രാ പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ് കിട്ടുന്നത്. അതായത് നമുക്ക് തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് നേരെ തിരിച്ച് നോട്ട് ചേർത്ത് എഴുതണം. അപ്പൊ നോക്കിയേ, ഇഫ് എ നമ്പർ ഈസ് ഡിവിസിബിൾ ബൈ 9, ഇഫ് എ നമ്പർ ഈസ് ഡിവിസിബിൾ ബൈ 9, അതാണ് പി എന്ന് പറയുന്നത്. ഇഫ് പി, ഇത് പി എന്ന് പറഞ്ഞാൽ എ നമ്പർ ഈസ് ഡിവിസിബിൾ ബൈ 9, അതാണ് പി. ദെൻ ഇറ്റ് ഈസ് ഡിവിസിബിൾ ബൈ 3, അതാണ് ക്യൂ. ഇറ്റ് ഈസ് ഡിവിസിബിൾ ബൈ 3, അതാണ് ക്യൂ. അപ്പൊ നേരെ തിരിച്ച് നോട്ട് ചേർത്ത് എഴുതാന്ന് പറഞ്ഞാൽ if a number is not divisible by 3, then it is not divisible by 9. അതാണ് ഇതിന്റെ കോൺട്രാ പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ് കിട്ടുന്നത്. ഇഫ് എ നമ്പർ ഇസ് ഡിവിസിബിൾ ബൈ 9, അത് പി. ദെൻ ഇറ്റ് ഈസ് ഡിവിസിബിൾ ബൈ 3, അത് ക്യൂ. അപ്പോ ഇഫ് നോട്ട് ക്യൂ എന്ന് പറഞ്ഞാൽ ഇഫ് എ നമ്പർ ഈസ് നോട്ട് ഡിവിസിബിൾ ബൈ 3, ദെൻ ഇറ്റ് ഈസ് നോട്ട് ഡിവിസിബിൾ ബൈ 9. നേരെ തിരിച്ച് നോട്ട് ചേർത്ത് എഴുതണം. ഓക്കെ, അടുത്തത് എങ്ങനെയുണ്ടോ? ബൈ ദ മെത്തേഡ് ഓഫ് കോൺട്രഡിക്ഷൻ പ്രൂവ് ദാറ്റ് റൂട്ട് 5 ഈസ് ഇറാഷണൽ. അപ്പൊ റൂട്ട് 2ന്റെ ചെയ്ത പോലെ തന്നെ ചെയ്യാലോ, അല്ലെ? നിങ്ങൾ തന്നെ ചെയ്ത് നോക്കണം. ഞാൻ പറഞ്ഞിരുന്നു 2ന്റെ സ്ഥാനത്തൊക്കെ 5 കൊടുത്ത് മാത്രം എഴുതിയാൽ മതി, വേറെ ഒന്നും ചെയ്യാനില്ല അവിടെ. ഓക്കെ, ദെൻ നെക്സ്റ്റ് പ്രൂവ് ബൈ കോൺട്രാ പോസിറ്റീവ് മെത്തേഡ്. കോൺട്രാ പോസിറ്റീവ് മെത്തേഡില് പ്രൂവ് ചെയ്യണം. ഇഫ് x is an integer and x square is even, then x is also even. അപ്പൊ അവിടെ നമുക്ക് തന്നേക്കണം എന്താ? ഇഫ് x എന്ന് പറഞ്ഞ ഒരു ഇന്റിജർ ആണ്, x square is even, അതാണ് p എന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെന്റ്. p എന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ഏതാ? x square is even. അങ്ങനെയാണെങ്കിൽ q എന്ന് പറയുന്നത് x is also even. അപ്പൊ അതിന്റെ കോൺട്രാ പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ് എഴുതുമ്പോ എങ്ങനെ എഴുതാം? if എന്ത് കിട്ടും? x is an integer, x ഒരു ഇന്റിജർ ആയിരിക്കണം. x is an integer, x is even തന്നേക്കണം q എന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെന്റ്. x is not even എന്ന് പറഞ്ഞാൽ x is odd എന്ന് എടുത്താൽ മതി. ഈവൻ അല്ലെങ്കിൽ പിന്നെ ഇന്റിജർ ഓഡ് ഇന്റിജറല്ലേ ഉള്ളൂ. ഈവൻ ഇന്റിജറും ഓഡ് ഇന്റിജറും. x is odd, then x square is not even,
അല്ലെ എക്സ് സ്ക്വയർ ഈസ് ഈവൻ പി. അപ്പൊ എക്സ് സ്ക്വയർ ഈസ് നോട്ട് ഈവൻ എന്ന് പറഞ്ഞാൽ എക്സ് സ്ക്വയർ ഈസ് ഓഡ്. അതാണ് ഈ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റിന്റെ കോൺട്രാ പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ് കിട്ടുന്നത്. അത് ഈ മെത്തേഡിൽ പ്രൂവ് ചെയ്യണമെങ്കിൽ ഇത് പ്രൂവ് ചെയ്യണമെങ്കിൽ എക്സ് ഓടാണെങ്കിൽ എക്സ് സ്ക്വയറും ഓടുന്ന കിട്ടേണ്ടത്. എക്സ് ഓടാണെങ്കിൽ എക്സ് സ്ക്വയറും ഓടുന്ന കിട്ടേണ്ടത്. അപ്പൊ എക്സ് ഈക്വൽ ടു ഏതൊരു ഓഡ് നമ്പറിനെ നമുക്ക് 2m+1 എന്ന് എഴുതാം അല്ലെ. എം എന്ന് പറയുന്നത് ഏത് നാച്ചുറൽ നമ്പറോ ഏത് ഇൻഡിജറും വരാം. ഓക്കെ, അപ്പൊ എക്സ് ഈക്വൽ ടു 2m. 2m എന്ന് പറയുമ്പോൾ ഈവൻ നമ്പർ ആയി, അതിന്റെ കൂടെ 1 കൂടി ആഡ് ചെയ്യുമ്പോഴോ ഓഡ് നമ്പർ ആയി. അപ്പൊ എക്സ് ഈക്വൽ ടു 2m+1 ഈസ് ഓർഡർ. ദെൻ എക്സ് സ്ക്വയർ കാണുമ്പോൾ എന്ത് വരും? 2m+1 ഹോൾ സ്ക്വയർ. ഇത് ഓടാന്നല്ലേ പ്രൂവ് ചെയ്യേണ്ടത്. അപ്പൊ ഈക്വൽ ടു എന്ത് എഴുതാം? അതിനെ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ 4m² + 4m+1 കിട്ടും. ഇതിന്ന് 4 കോമൺ എടുക്കാം, അല്ലെങ്കിൽ 4m കോമൺ എടുക്കാം. ഇൻറ്റു m+1 +1 എഴുതാം. ഇതിന്ന് രണ്ടിന്നും 4m കോമൺ എടുക്കാം. ഇവിടുന്ന് 4m എടുത്ത ബാക്കി അവിടെ m ഉണ്ട്, ഇവിടുന്ന് 4m എടുത്ത ബാക്കി അവിടെ 1 ഉണ്ട്. 4m × m+1 +1 കിട്ടി. ഇതെപ്പോഴും ഈവൻ ആയിരിക്കുമല്ലോ അല്ലെ. ഇതെപ്പോഴും ഈവൻ അല്ലെ. 4 ഇൻറ്റു ഏത് നമ്പർ വന്നാലും ഈവൻ നമ്പർ കിട്ടുള്ളൂ. 4 × 4 എന്ന് പറഞ്ഞാൽ ഈവനാ. ഒരു ഈവൻ നമ്പറിനെ ഈവൻ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലും ഓഡ് നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലും ഈവൻ തന്നെ കിട്ടുക. അപ്പൊ ഇത് ഈവൻ വരും പ്ലസ് അല്ലെ. ഇത് ഇത്ര ഈവൻ കിട്ടി +1 എന്ന് പറയുമ്പോൾ എന്തായി? ഈക്വൽ ടു ഓഡ് നമ്പർ കിട്ടി. അപ്പൊ എക്സ് ഓടാണെങ്കിൽ എക്സ് സ്ക്വയറും ഓഡ് തന്നെയായിരിക്കും. ഹെൻസ് പ്രൂവ്ഡ്. ഓക്കെ, ഹെൻസ് പ്രൂവ്ഡ്. അങ്ങനെയാണ് പ്രൂവ് ചെയ്യുന്നത്. മാത്തമാറ്റിക്കൽ ഇൻഡക്ഷനിൽ മെയിൻ ആയിട്ട് മാത്തമാറ്റിക്കൽ റീസണിങ്ങിൽ മെയിൻ ആയിട്ട് നിങ്ങൾ നോക്കേണ്ടത് ഇതുപോലെ കോൺട്രഡിക്ഷൻ മെത്തേഡില് √3, √5, √2, √7, √11 അത് പ്രൂവ് ചെയ്യുന്ന മെത്തേഡ്, അതുപോലെ ഈ കോൺട്രാ പോസിറ്റീവ് മെത്തേഡ്, അതേപോലെ തന്നെ നെഗേഷൻ എഴുതാനായിട്ടും അറിഞ്ഞിരിക്കണം. ഓക്കെ.